ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ദർശനം നടത്തിയത് പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ പുഴാതിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും വളരെ പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്രം. ദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. വടക്കൻ മലബാറിലെ ഭക്തരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത്. മലബാറിലെ തെയ്യം അനുഷ്ഠാനങ്ങളുമായും ക്ഷേത്രോത്സവങ്ങളുമായും ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിന് വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ വാർഷിക ഉത്സവമായ കളമെഴുത്തും പാട്ടും മറ്റു പൂജകളും നാട്ടുവാസികളുടെ വലിയ പങ്കാളിത്തത്തോടെയാണ് നടന്നുവരുന്നത്. ഇവിടുത്തെ ക്ഷേത്രക്കുളം അതിമനോഹരമാണ്. ആർക്കായാലും ഒന്ന് കുളിക്കാൻ വേണ്ടി തോന്നിപ്പോകുന്ന അതിമനോഹരമായ ഒരു കുളം. മീനമാസത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കാറുള്ളത്. ഈ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ, മറ്റ് സാംസ്കാരിക പരിപാടികൾ, അന്നദാനം എന്നിവ ഉണ്ടാകുന്നതാണ്. സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലുള്ള നവരാത്രി ആഘോഷങ്ങൾ ഇവിടെ വളരെ പ്രാധാന്യത്തോടെയാണ് നടത്തപ്പെടുന്നത്. വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. ഇവിടെ ഗ്രന്ഥം പൂജ വയ്ക്കുന്ന ചടങ്ങും ഇവിടെ നടക്കുന്നു. വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള 41 ദിവസത്തെ മണ്ഡലകാലം ഭക്തജന തിരക്കേറിയ സമയമാണ്. ദേവീക്ഷേത്രമായതിനാൽ തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വിശേഷ ദിവസങ്ങളായി കണക്കാക്കുന്നു. ദുർഗാദേവി ക്ഷേത്രമായതുകൊണ്ട് തന്നെ ശാക്തേയ സാത്വിക പൂജകൾക്കാണിവിടെ പ്രാധാന്യം. ഇവിടുത്തെ ചുമർചിത്രങ്ങളും അതിമനോഹരമായിട്ടാണ് ചെയ്തു വച്ചിരിക്കുന്നത്. സരസ്വതി മണ്ഡപത്തിലാണ് ഭജനകളൊക്കെ നടക്കാറുള്ളത്. ഇത് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടേതാണ്. ഇത് ആലോട്ട് ഭഗവതിയുടെ പ്രതിഷ്ഠയാണ്. പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവ നിത്യേന ഇവിടെ നടത്തിവരുന്നു. നട തുറക്കുന്ന സമയം രാവിലെ 5:30 മുതൽ 10 മണി വരെ, വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെ. കണ്ണൂർ ടൗണിൽ നിന്നും പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിലേക്ക് ബസ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഏകദേശം 6 കിലോമീറ്റർ ദൂരമുള്ള ഈ റൂട്ടിലേക്ക് 45 മിനിറ്റ് സമയമെടുക്കും യാത്ര ചെയ്തു വരാൻ വേണ്ടി.